ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ദൈവാത്മാവിൽ നമ്മുടെ കാലഘട്ടം മുന്നേ കണ്ടുകൊണ്ട് ജോയേൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു: അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. തുടർന്ന് ആത്മാവ് വർഷിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചൊരു നീണ്ട ലിസ്റ്റ് തന്നെ അവിടെ വിവരിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലെ വിശുദ്ധ ലൂക്ക അത് റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ, യേശുവിൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് പകരുമെന്ന്. ഓരോ ക്രൈസ്തവനും വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്, മാമോദീസായുടെ സമയത്ത് സ്വീകരിച്ച ആത്മാവ്, കൂദാശകളിലൂടെ സ്വീകരിക്കുന്ന ആത്മാവ് നിത്യമായി എന്നിൽ വസിക്കും എന്നാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും വിശ്വസിക്കുന്നത്. യോഹന്നാൻ 14:17 പറയുന്നു, അവൻ നിങ്ങളോടൊത്തു വസിക്കുകയും നിങ്ങളിൽ ആയി ഇരിക്കുകയും ചെയ്യും, കാരണം നിങ്ങൾ അവനെ അറിയുന്നു. പരിശുദ്ധാത്മാവ് ആരാണെന്നും എന്താണെന്നും ഒക്കെ നമുക്കറിയാം. ഞാൻ സ്വീകരിച്ച ആത്മാവ് അത് യേശുവിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് തന്നെയാണ്. കുരുടന് കാഴ്ച നൽകിയവന്റെ ആത്മാവ്, മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവന്റെ ആത്മാവ്, പിശാചികളെ ബഹിഷ്കരിച്ചവന്റെ ആത്മാവ്, പരീക്ഷകളെ ജയിച്ചവന്റെ അതേ ആത്മാവാണ് എൻ്റെ ഉള്ളിലും അവൻ പകർന്നിരിക്കുന്നത്. ഈ ആത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരും. ഇത്രയും ശക്തിയുള്ള ഒരു ആത്മാവ് ഉള്ളിലിരുന്നിട്ടും എന്തേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പോയിട്ട് പല പ്രാർത്ഥനകൾക്ക് പോലും ഒരു മറുപടി തക്ക സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ കിട്ടാത്തത്? ആത്മാവിന്റെ ശക്തി കുറഞ്ഞോ? ഇങ്ങനെ സംശയിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ആദിമസഭയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപാട് നടന്നു. പക്ഷെ നമ്മളിപ്പോൾ പാടാറുണ്ട്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലെ ആത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം, നമുക്ക് ആ റിയൽ അനുഭവം ഉണ്ടാകണമെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ പോലെ നമ്മളും ജീവിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ ആ അധിക ബലം കിട്ടണമെങ്കിൽ ആദിമസഭയിലെ വിശുദ്ധരെ പോലെ നമ്മളും ആയിത്തീരണം. എന്നാൽ എഫേസൂസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും അവഗണിക്കുന്നുവെന്ന്. ആത്മാവ് ശക്തിയോടെ, പക്ഷെ അത് എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ സഹകരണത്തിന്റെ ആവശ്യമുണ്ട്. കാഴ്ച നൽകിയവന്റെ ആത്മാവ് ഉള്ളിലുണ്ടായിട്ട് നമ്മുടെ കണ്ണുകൾ തുറന്ന് സത്യം അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഭൂരിപക്ഷം പേരിലും ഈ ആത്മാവിന്റെ ശക്തി തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത്. ഭൂരിപക്ഷം പേരും എന്താ ചെയ്യുന്നത്? അത് ഞാനും ചെയ്യുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 1:8, ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമുക്ക് വചനമൊക്കെ കാണാപ്പാടം അറിയാം. ആത്മാവ് ആശ്വാസപ്രദം മാത്രമല്ല, ശക്തി തരുന്നവനാണ്. ഇത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. ആത്മാവിന് മാറ്റമില്ല, ശക്തിക്ക് കുറവില്ല. സ്വീകരിച്ച ഉള്ളിൽ വെച്ചിരിക്കുന്ന ഞാനാകുന്ന ഈ പാത്രം, അത് ആത്മാവിനെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുക. പാപം എന്ന മൂടി കൊണ്ട്, വെറുപ്പ് എന്ന മൂടി കൊണ്ട്, മറ്റുള്ളവരോടുള്ള പുച്ഛം എന്ന മൂടി കൊണ്ട്, സംശയം എന്ന മൂടി കൊണ്ട്, എൻ്റെ തന്നെ അറിവില്ലായ്മയുടെ മൂടി കൊണ്ട് ഞാൻ ഈ ആത്മാവിനെ അടച്ചു വെച്ചിട്ട് പാടുകയാണ്. നമ്മൾ പിന്നെയും ധ്യാന ഗുരുക്കന്മാരും എല്ലാവരും പാടും, അല്ലേ? നമ്മളെ പഠിപ്പിക്കും, പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേന്ന്. ആകാശത്തോട്ട് നോക്കി നിന്ന് ജനസമൂഹത്തെ പാടാനായിട്ട് ധ്യാന ഗുരുക്കന്മാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണാതെ ആകാശത്ത് നിന്ന് കിളി പറന്നിറങ്ങുന്നത് പോലെ ഇറങ്ങുന്നത് നോക്കി നമ്മൾ നിൽക്കുക. നോക്കി നിൽക്കുന്നവരുടെയും പാടിപ്പിക്കുന്നവരുടെയും പാട്ടുകാരുടെയും കിളി പോകുമെന്നല്ലാതെ എന്ത് പറയാനാ? നമ്മുടെ വിശ്വാസപ്രകാരം മാമോദീസായിലൂടെ ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് പറന്നു പോവുകയും വീണ്ടും പാടി ഒച്ചയിടുമ്പോൾ, കൈ അടിച്ചു കൊട്ടുമ്പോൾ
പറന്നിറങ്ങി ഉള്ളിൽ വരികയും ചെയ്യുന്ന, പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പറന്നു പോവുകയും ചെയ്യുന്ന പക്ഷിയോ പ്രാവോ അല്ല പരിശുദ്ധാത്മാവ്. എൻ്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കും വരെ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്ന വ്യക്തിയാണ്. അവനൊരു ശക്തി മാത്രമല്ല. ചിന്തിക്കാം, പിന്നെ എവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഓർക്കാം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അറിയുന്നില്ല, അതല്ലേ സത്യം. പിന്നെയും ആകാശത്ത് നോക്കി പാടുക, കൈ അടിച്ച് പൊട്ടിച്ച് പാടുക, പറന്നിറങ്ങിയാട്ടെ പറന്നിറങ്ങിയാട്ടെ എന്ന്. ഉള്ളിലിരുന്നവനവിടെ പോയി. നമുക്ക് തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. പരിശുദ്ധ ആത്മാവിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ ജീവിതത്തിന്റെ നിയന്ത്രണം അത് ഞാൻ വിട്ടുകൊടുക്കില്ല. പ്രാർത്ഥനയൊക്കെ ചൊല്ലും, പക്ഷെ പ്രതീക്ഷയൊന്നുമില്ല. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. സഭയിൽ നമ്മൾ അംഗത്വമൊക്കെ ഉണ്ട്, സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ട്, പ്രദക്ഷിണത്തിനും വെടിപൊട്ടിക്കലിനും പടക്കത്തിനും എല്ലാത്തിനും മുന്നിലുണ്ട്. പക്ഷെ ആത്മാവ് അതിലൊന്നും നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സഹോദരരെ, പ്രവർത്തിക്കാം. കുരുടന് കാഴ്ച നൽകിയവന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിവ്, എൻ്റെ കാഴ്ച, ഉൾക്കാഴ്ച, ആത്മകണ്ണുകൾ തുറന്ന് എനിക്ക് കാണണമെങ്കിൽ വചനം വായിച്ച് അത് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കണ്ണാടിയും വെക്കരുത്. കത്തോലിക്കന്റെ കണ്ണാടിയോ ബന്ധക്കോസുകാരുടെ കണ്ണാടിയോ യാക്കോബക്കാരന്റെ കണ്ണാടിയോ മാർത്തോമാക്കാരന്റെ കണ്ണാടിയോ ഒരു കണ്ണാടിയും വെക്കാതെ വചനം അത് ആയിരിക്കുന്ന അവസ്ഥയിൽ അതെന്താ പറയുന്നതെന്ന് ആത്മാവിനോട് ചോദിച്ച് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാം. മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് ഇന്നും എന്നിലുണ്ട്, പക്ഷെ ഞാൻ ജീവിച്ചിരുന്നിട്ടും ചത്തവനെ പോലെ ആകുന്ന അവസ്ഥയല്ലേ? അറിവ് നേടാനായിട്ട് വചനം വായിക്കണം, സമർപ്പിക്കാം മാതാവിനെ പോലെ. ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഹിതം പോലെ എന്നിൽ നടക്കട്ടെ എന്ന് പറയാം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. നമുക്ക് ഇങ്ങനെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, കട്ടിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ചെറിയ പ്രവൃത്തി ചെയ്തു തുടങ്ങാം. കണ്ണടച്ച് പറയാം, പിതാവേ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ജോലിയെ, എൻ്റെ മക്കളെ, പങ്കാളിയെ, വീടിനെ, സാഹചര്യങ്ങളെ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാത്തിനെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. അവിടുന്ന് നയിക്കണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നത്. ഒപ്പം വചനം വായിക്കുക, വായിച്ചത് ധ്യാനിക്കുക. സംശയം തോന്നാം, പെട്ടെന്നെല്ലാം മനസ്സിലാകണമെന്നൊന്നുമില്ല. വചനം അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ ഉറക്കിയിട്ടിരിക്കുന്ന ആത്മാവിനെ ഉണർത്താനും അതിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാനും പറ്റും. അപ്പോഴും നമ്മൾ പാപത്തിൽ നിന്ന് മാറും. ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടും. അവൻ അങ്ങനെ തന്നെയാണ്, പക്ഷെ ആ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, ശക്തി തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ ആത്മാവ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ വരവിനായി കാത്തിരിക്കുന്നു. കൂടെ നടക്കാം, നിത്യത വരെ കൂടെ ഉണ്ടാകാൻ പരിശുദ്ധാത്മാവിനെ തന്ന സ്നേഹത്തെ തിരിച്ചറിയാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എൻ്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എൻ്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശ